വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ഡീലഡ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ ഇവിടെ നമ്മൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിഷയമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ബെല്ലേക്ക് എനാബ് ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഉറപ്പെടുത്താണ്. അപ്പോൾ നേരത്തെ അറബിക്ക്, ഉറുദു, ഹിന്ദി, സംസ്കൃതം എന്നീ 4 ലാംഗ്വേജുകളിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, അതോടൊപ്പം തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും കൃത്യമായിട്ടുള്ള മാർക്ക്, അതേപോലെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് എല്ലാ വിദ്യാർത്ഥികളും പരിശോധിക്കുക. അതുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം. നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് ലാംഗ്വേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ആർക്കും അലോട്ട്മെൻറ്റ് മെമ്മോ അല്ലെങ്കിൽ കോളോ അല്ലെങ്കിൽ മെയിലോ വരികയില്ല. ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് പരിശോധിച്ച് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ജൂലൈ 14 തീയതിയാണ്. ശ്രദ്ധിക്കുക, ജൂലൈ 14 തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ്. ഇല്ല എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെടും. അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന ഓരോ നിർദ്ദേശം നോക്കാം. അതായത് ഹയർ സെക്കൻഡറി ഓർ തത്തുല്യ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെയും സാമുദായിക സംവരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ലിസ്റ്റ് ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിസ്റ്റിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും നിങ്ങൾ എടുത്തുകൊണ്ട്, അതായത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ TC, അതേപോലെ നിങ്ങളുടെ TC ഉൾപ്പെടെ നിങ്ങൾ SSLC, +2, അതേപോലെ തന്നെ മറ്റു ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനലുമായി എടുത്തിട്ട് നേരിട്ട് അഡ്മിഷൻ ലഭിച്ച കോളേജിൽ പോയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കണം. അതിൻ്റെ കോളേജിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതേപോലെ തന്നെ കാലാവധി, കോഴ്സിൻ്റെ കാലാവധി നമ്മൾ നേരത്തെ പറഞ്ഞു 2 വർഷമാണ്. ജൂലൈ 14 ലാസ്റ്റ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. വിദ്യാർത്ഥികളുടെ ക്ലാസ് ജൂലൈ 15 സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത. അതായത് +2 അതേപോലെ ഡിഗ്രിയൊക്കെ കൊടുത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും കോളേജിൽ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. അതുപോലെ പ്രായപരിധി എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾ പ്രായപരിധി SSLC സർട്ടിഫിക്കറ്റിന് മതിയാവും. ഇനി അതിലില്ല എങ്കിൽ നിങ്ങളുടെ മറ്റു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യം നിങ്ങൾ കാണിക്കണം. ഒറിജിനൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, +2 തുല്യമായിട്ടുള്ള മറ്റു കോഴ്സുകൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ തുല്യതാ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും, അത് നോർമൽ ഹയർ സെക്കൻഡറി എക്സാം ബോർഡിന് തുല്യമായിട്ടുള്ള മറ്റേതെങ്കിലും കോഴ്സാണ് പഠിച്ചതെങ്കിൽ അവർ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കണം. അപ്പോൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ പറ്റിയില്ല എങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശമുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് റാങ്ക് ലിസ്റ്റ് നോക്കാം. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഡീലഡ് ലാംഗ്വേജ് വിഭാഗവുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഓരോ ജില്ലയിലെയും ഓരോ സ്ഥാപനത്തിലെയും റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒന്നാമത് ഇവിടെ കാണാം, പെരിന്തൽമണ്ണ ഹിന്ദി സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പെർഫെക്റ്റ് TTI പെരിന്തൽമണ്ണയിലെ അത് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഇതിപ്പോൾ ഒന്നാമത്തെ വിദ്യാർത്ഥി ഇവിടെ കാണാം. അപ്പോൾ ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും നിങ്ങൾക്ക് നാളെ മുതൽ ജൂലൈ 14 തീയതി വരെ ഏത് ദിവസം നിങ്ങൾക്ക് പോകാം. 14 തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ 30 സീറ്റാണ് അവിടെ, 30 സീറ്റിനും റാങ്ക് ലിസ്റ്റ് 30ാമത്തെ വിദ്യാർത്ഥി നിവേദ്യ PR. ഇത്രയും വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു കോളേജിൽ കിട്ടിയത്. അപ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾ നേരിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 14 തീയതിക്കുള്ളിൽ തന്നെ അഡ്മിഷൻ എടുക്കണം. 14 തീയതി കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കോളേജിൽ പോകുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇനി ഇവിടെ കാണാം ഹിന്ദി മലപ്പുറം, മലബാർ ഹിന്ദി പ്രചാരക മലപ്പുറം. ഇവിടെ ഈ കോളേജിലും ടോട്ടൽ 30 സീറ്റാണ്. ഇനി അതേപോലെ ഹിന്ദി അടൂർ, ഓക്കെ, ഇവിടെയും ഏകദേശം 27 സീറ്റ്. ഇനി ഡയറ്റ് കോഴിക്കോട് വടകര സംസ്കൃതമാണ്. സംസ്കൃതം ഈ ഒരു കോളേജിൽ മാത്രം സംസ്കൃത ഭാഷയിൽ ടോട്ടൽ സീറ്റ് ഇവിടെ കാണാം 34 മുതൽ ടോട്ടൽ 50, ഓക്കെ, 50 സീറ്റാണ് ഡയറ്റ് സംസ്കൃതം വടകരയുള്ളത്. 50ാമത്തെ റാങ്ക് ലിസ്റ്റുള്ള വിദ്യാർത്ഥി ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അതേപോലെ ഉറുദു കോഴിക്കോട് ഡയറ്റ്, ഇവിടെയും ഏകദേശം 50 സീറ്റുകൾ തന്നെയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ അപേക്ഷ സമയത്ത് ഉറുദു ഡയറ്റ് സീറ്റ് 38 വരെയാണുള്ളത്. ഇനി അതേപോലെ തന്നെ ഉറുദു മലപ്പുറം TTIയിൽ ഏകദേശം നോക്കാം 38 മുതൽ 50 സീറ്റ് മലപ്പുറമുണ്ട്. ഇനി അതേപോലെ ഹിന്ദി ഡീലഡ് സെലക്ഷൻ ഗവൺമെൻറ് ഹിന്ദി ട്രെയിനിങ് കോളേജ് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ ഏകദേശം റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള സീറ്റുകൾ ശ്രദ്ധിക്കുക. അതായത് തൃശ്ശൂർ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ 100 സീറ്റുകളുണ്ട്. അപ്പോൾ 100 സീറ്റിൽ 100ാമത്തെ ഈ വിദ്യാർത്ഥിക്ക് വരെ അഡ്മിഷൻ പോയിട്ട് എടുക്കുവാൻ സാധിക്കണം. അപ്പോൾ അത്തരത്തിൽ
എല്ലാ കോളേജുകളിലും റാങ്ക് ലിസ്റ്റ് ഈ ഒരു PDF ഉണ്ട്. അപ്പോൾ ഈ ഒരു PDFൻ്റെ ലിങ്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ലിങ്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കറക്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുക. നിങ്ങൾ അപേക്ഷ കൊടുത്ത കോളേജിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് നോക്കുക. അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പോയിട്ട് 14 തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കുക. അതേപോലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ കൈവശം എടുത്ത് ഒറിജിനലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എടുത്ത് നിങ്ങൾ നേരിട്ട് പോവുക. ഇനി റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ, അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് കോളേജുമായി ബന്ധപ്പെട്ട് വേക്കൻസി വരികയാണെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നിലവിൽ ഇതിൽ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ഏതെങ്കിലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ചാൻസ് കുറവാണ്. അങ്ങനെ എടുത്തിട്ടില്ല എങ്കിൽ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടുന്ന കാര്യം സാധ്യത ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അപ്ഡേറ്റ് വരികയാണെങ്കിൽ അറിയിക്കാം. നിലവിൽ ഈ രീതിയിൽ അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥി നേരിട്ട് പോയിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഉറപ്പെടുത്താണ്. അതേപോലെ ജനറൽ വിഭാഗത്തിൻ്റെ അഡ്മിഷൻ ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ജൂലൈ 15-ാം തീയതി ഈ ഒരു കോഴ്സ് ഏറ്റവും നല്ല രീതിയിൽ, കാരണം DLED ജനറൽ വിഭാഗത്തിനേക്കാളും കൂടുതൽ സ്കോപ്പുള്ള കോഴ്സാണ് DLED ലാംഗ്വേജ് വിഭാഗം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോഴ്സ് പൂർത്തീകരിച്ച് ഗവൺമെൻറ് തലത്തിൽ ഒരു നല്ലൊരു അധ്യാപകരാകാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആശംസിച്ചുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഡിസ്മിസ് വാദരിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.